തിരുവനന്തപുരം ലോ കോളേജിലെ സംഘർഷത്തിൽ SFI പ്രവർത്തകർ ആക്രമിച്ചെന്ന് ലോ കോളേജ് അധ്യാപിക സഞ്ജു. കഴുത്തിന് പരിക്കേറ്റെന്നും അധ്യാപിക പറയുന്നു. സഞ്ജുവിനൊപ്പം ഐശ്വര്യ അനിൽ ചേരുന്നു. ഐശ്വര്യ, ഇന്നലെ മണിക്കൂറുകളോളം വെള്ളം പോലും കിട്ടാതെ മുറിയിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും ഒക്കെ. എങ്ങനെയാണ് ആ അധ്യാപിക ആ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നത്? രേണുക, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ലോ കോളേജിൽ നടന്ന സംഘർഷവും പ്രതിഷേധവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസം നടന്ന SFIയുടെ പ്രതിഷേധത്തിൽ പരിക്കേറ്റ ലോ കോളേജിലെ അധ്യാപിക ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. സഞ്ജു എന്നാണ് ടീച്ചറുടെ പേര്. എന്താണ് ഇന്നലെ ശരിക്കും അവിടെ സംഭവിച്ചത്? നമ്മൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 24th ആയിരുന്നു ഇലക്ഷൻ നോട്ടിഫൈ ചെയ്ത ഡേറ്റ്. നോട്ടിഫൈ ചെയ്ത പിറ്റേ ദിവസം മുതൽ തന്നെ അവിടെ SFI KSU സംഘർഷം ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും പരാതി തന്ന പ്രകാരം ഞങ്ങൾ അത് CCTV ക്യാമറയിൽ വിഷ്വൽസ് ഉണ്ടോയെന്ന് ഡയറക്റ്റായിട്ട് പരിശോധിച്ചപ്പോൾ KSUവിൻ്റെ കൊടിയും ബാനറും നശിപ്പിക്കുന്ന കംപ്ലീറ്റ് വിഷ്വൽസും ഞങ്ങൾക്ക് ഡയറക്റ്റ് എവിഡൻസ് ആയിട്ട് കിട്ടിയിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് ഓൺ ദി സ്പോട്ട് സസ്പെൻഷൻ ഞങ്ങൾ ചെയ്യേണ്ടി വന്നു. മറ്റേവരുടെ പരാതി SFIക്കാരും KSUവിനെതിരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അത് മാക്സിമം CCTV വിഷ്വൽസിൽ നിന്ന് നോക്കിയെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ എല്ലാം ബ്ലർഡായിട്ട് വിഷ്വൽസ് ഒന്നും നമുക്ക് ക്ലിയർ ആവുന്നില്ലായിരുന്നു. അപ്പം നമുക്ക് വിഷ്വൽസ് മാത്രം വെച്ചിട്ട് നമുക്ക് കുട്ടികളെ ശിക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞങ്ങൾ സസ്പെൻഷൻ ആഫ്റ്റർ എൻക്വയറി എൻക്വയറി കമ്മിറ്റിക്ക് പ്രിൻസിപ്പൽ സ്റ്റാഫ് കൗൺസിൽ കമ്മിറ്റിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിലനിൽക്കവേ SFIയുടെ ഡിമാൻഡ് പ്രഷറൈസ്ഡ് ഡിമാൻഡായിരുന്നു ഇമ്മീഡിയറ്റ് സസ്പെൻഷൻ വേണമെന്ന്. നമുക്ക് ഒരു കാരണവശാലും ഒരു കുട്ടിക്കെതിരെ തെളിവില്ലാതെ നമുക്ക് ഇമ്മീഡിയറ്റ് സസ്പെൻഷൻ ഓർഡർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അത് ഇല്ലീഗലാകും. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടായാൽ മാത്രമേ ചെയ്യാൻ അത് പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾക്കിങ്ങനെ പ്രഷറിന് ഈൽഡ് ചെയ്യാൻ പറ്റാത്തത് കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഗെരാവോ ചെയ്തു. നിയർലി ഫ്രം 12:30 ടു നൈറ്റ് 11:30 വരെ കണ്ടിന്യൂസ് ഗെരാവിങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ കുട്ടികളല്ലേ കുറച്ച് കഴിഞ്ഞ് അവർ എണീറ്റ് പോകുമെന്നുള്ള നിലയ്ക്ക് നിയർലി 11 o'clock വരെ ഞങ്ങൾ വളരെ പേഷ്യൻ്റായിട്ട് ബെയർ ചെയ്തു. ഈവൻ CI ഓഫ് പോലീസും SI പോലീസൊക്കെ ഞങ്ങളോട് ചോദിച്ചിരുന്നു വീട്ടിൽ പോകണമെങ്കിൽ അവർ പ്രൊട്ടക്ഷൻ തരാം, ഞങ്ങളൊരു പെർമിഷൻ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പെർമിഷൻ കൊടുക്കുമ്പോഴും നമ്മുടെ സ്റ്റുഡൻസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കാണാൻ ഞങ്ങളെ കാരണം താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് റീഫ്രെയിൻ ചെയ്തിരുന്നത്. കുറച്ച് കഴിഞ്ഞ് അവരെല്ലാവരും ഇലക്ട്രിസിറ്റി സ്വിച്ച് കട്ട് ഓഫ് ചെയ്തു. രണ്ടാമത്തെ പ്രാവശ്യം കട്ട് ഓഫ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് സഫക്കേഷൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ലൈറ്റ് ഓൺ ചെയ്യണം. അവർ പറഞ്ഞു യാതൊരു കാരണവശാലും ചെയ്തു തരത്തില്ല. രണ്ടാമത് എനിക്കൊന്ന് പുറത്തേക്ക് പോകണം, എനിക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്നെ പുറത്തേക്ക് വേണമെന്ന്. അവർ ഭയങ്കരമായിട്ട് ബാരക്കേഡ് പോലെ തടയുമായിരുന്നു. തടഞ്ഞ് എനിക്ക് പ്രഷർ കൂടിയപ്പോൾ എനിക്ക് പുറത്തേക്ക് ഓടണം എന്നുള്ളൊരു ഫീൽ വന്നു. ഞാനങ്ങനെ പോയി എൻ്റെ കൈ വലിച്ച് ഇവിടെ എൻ്റെ കയ്യിൽ വളയും പൊട്ടി ഇവിടെ ഫുൾ എന്താ പറയുന്നത് വെച്ചാൽ അതുപോലെ ഇങ്ങനെ വന്നിരുന്നു. നല്ല വേദനയായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് സിനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. എക്സ്റേയും സ്കാനിങ് റിപ്പോർട്ടിലും എനിക്കിവിടെ ഒരു ക്ഷതമേറ്റതായിട്ടാണ് കാണുന്നത്. ഈ കോളേജിൽ ഉണ്ടായിരുന്ന SFIയുടെ പ്രവർത്തകർ, അതായത് ആ കുട്ടികൾ കോളേജിലെ തന്നെ കുട്ടികളാണോ മാഡത്തിന് നേരെ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത്, അല്ലെങ്കിൽ ഈ ഒരു സംഘർഷത്തിലേക്ക് എത്തിയത്? ഇതിനകത്ത് ഞങ്ങളുടെ കുട്ടികൾ മാത്രമല്ല ഔട്ട്സൈഡേഴ്സും കയറിയിട്ടുണ്ടായിരുന്നു. ആ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ സംഭവം ഞങ്ങളെ ഘെരാവ് ചെയ്യുന്നത്. ഈ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഇതിൻ്റെ ഒരു തുടർ നടപടി? ഞങ്ങൾക്ക് ആക്ച്വലി ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഫർദർ കമ്മ്യൂണിക്കേഷനൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. എല്ലാ ടീച്ചേഴ്സും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ ഇൻക്ലൂഡിങ് ദ പ്രിൻസിപ്പൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അവർ ഇന്ന് 11 o'clock സ്റ്റാഫ് മീറ്റിംഗ് കൂടിയ പ്രകാരം അവർക്ക് എന്ത് ആക്ഷൻ എടുക്കുമെന്നുള്ള കാര്യം ഇപ്പോഴും ഞാൻ കമ്മ്യൂണിക്കേറ്റഡ് അല്ല. സാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട്? പോലീസിൽ ഇന്നലെ തന്നെ ഞങ്ങളുടെ സ്റ്റാഫ് കൗൺസിലിൻ്റെ പ്രിൻസിപ്പൾ പരാതിപ്പെട്ടിരുന്നു. ഇന്ന് മ്യൂസിയം CI അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് അവരിങ്ങോട്ട് വരുമെന്നും പറഞ്ഞു. ഈ ടീച്ചർമാരുടെ നേതൃത്വത്തിലും ഇപ്പോൾ ഒരു സമരം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ലോ കോളേജിൽ കാര്യങ്ങൾ ചെന്നെത്തുന്നത്. അപ്പോൾ ആ പ്രതിഷേധമൊക്കെ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിരുന്നോ?
പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും പല സംഘടനയിലുള്ള ടീച്ചേഴ്സാണ്. സംഘടന ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പോലും എല്ലാവരും അൺകണ്ടീഷണലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം സ്റ്റുഡൻസിനെ ഞങ്ങൾ സ്റ്റുഡൻസായിട്ട് മാത്രമാണ് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹം. ഞങ്ങളുടെ ഫ്രണ്ടിൽ SFIയോ KSUയോ വേറൊരു പാർട്ടി ഞങ്ങളുടെ ഫ്രണ്ടിലില്ല. ഇതിനു മുന്നേയും KSUവിനെതിരെ ഒരു പ്രശ്നം വന്നപ്പം പോലും ഞങ്ങൾ ആക്ഷൻ എടുത്തവരാണ്. ഈവൻ ഞാനൊക്കെ എൻക്വയറി കമ്മിറ്റി ഇരിക്കുമ്പം മുഖം നോക്കാതെ ആക്ഷൻ എടുക്കുന്നതാണ് കുട്ടികൾക്കെതിരെ. അല്ലാതെ SFI KSU എന്നുള്ളൊരു ലേബലല്ല ഞങ്ങൾ കുട്ടികളെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഹോൾ ടീച്ചേഴ്സ് അഗ്രീവ്ഡ് ആണ്. കുട്ടികൾ ഇങ്ങനെ ടീച്ചേഴ്സിനെതിരെ കയറുന്നത് പോലും അത് ശരിയായിട്ടുള്ള നടപടിയല്ല. രേണുക, അതുതന്നെയാണ് സഞ്ജു ടീച്ചറും നമ്മളോട് പറയുന്നത്. എന്തായാലും പരിക്കേറ്റ് ഇപ്പോൾ വീട്ടിൽ റെസ്റ്റിലാണ്. ഈ തനിക്കുണ്ടായ ദുരനുഭവം ന്യൂസ് 18നോട് പങ്കുവെക്കുകയായിരുന്നു ടീച്ചർ. ശരി, എന്തായാലും ഐശ്വര്യ, ടീച്ചർ പോലീസിൽ ഇക്കാര്യത്തിൽ കൂടുതൽ പരാതിക്ക് പോകുന്നുണ്ടോ? ഇവർ ആദ്യഘട്ടത്തിൽ ടീച്ചർ തന്നെ സൂചിപ്പിച്ചു തങ്ങളുടേതായ വിദ്യാർത്ഥികളാണ്, അതുകൊണ്ട് കുറേയധികം ക്ഷമിച്ചതിന് ശേഷമാണ് പോലീസിനെ ഇടപെടാൻ പോലും അനുവദിച്ചതെന്ന്. ഇനിയിപ്പോൾ ഈ അധ്യാപികയുടെ നീക്കം എന്താണ്? ഒപ്പം ഈ കറണ്ട് പോയ സമയത്ത് ഈ അധ്യാപികയ്ക്ക് മാത്രമാണോ ഇങ്ങനെയൊരു ആക്രമണം നേരിടേണ്ടി വന്നത്? രേണുക, നമുക്ക് ടീച്ചറോട് തന്നെ ചോദിക്കാം. ഈ കറണ്ട് പോയ സമയത്ത് ഇങ്ങനെ ഒരു സഫക്കേഷൻ ഉണ്ടായപ്പോഴാണ് ടീച്ചർ പുറത്തേക്ക് ഇറങ്ങിയത്. ആ സമയത്ത് മറ്റു ടീച്ചർമാർക്കും ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അവിടെ? എനിക്ക് സഫക്കേഷൻ തോന്നാൻ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഓൾറെഡി ഞാൻ ഒരാഴ്ച കൊണ്ട് സുഖമില്ലായിരുന്നു. ഞാൻ ആ സുഖമില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് ഈ ചൂട് കൂടിയതും എനിക്ക് എയർ സപ്ലൈ കിട്ടാത്തതുപോലെ തോന്നി. അപ്പം ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യായിരുന്നു, ലൈറ്റ് ഓൺ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തു. പക്ഷെ അവർ അഡമൻ്റ് ആയിരുന്നു, അവർ ചെയ്യത്തില്ല എന്ന് അഡമൻ്റായിട്ട് പറയുകയും പിന്നീട് ഞാൻ പറഞ്ഞു എനിക്ക് പുറത്തേക്ക് വേണം, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർ അതും ചെയ്തിട്ടില്ല, അവർ കംപ്ലീറ്റ്ലി പ്രിവെൻറ്റ് ചെയ്യായിരുന്നു. മറ്റ് അധ്യാപകർക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ശ്രമം SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നോ? അതിനുള്ള ഒരു സമയം ഉണ്ടായില്ല. ആക്ച്വലി എനിക്കെതിരെ വന്നപ്പോഴത്തേക്കും തന്നെ എല്ലാ ടീച്ചേഴ്സും അഗ്രീവ്ഡായി, ഹോൾ സിറ്റുവേഷൻ വേഴ്സായി. അപ്പോൾ നേരെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള പിന്നെ തയ്യാറെടുപ്പായിരുന്നു. ഞാൻ എന്നെ കൊണ്ടുപോവുകയും ചെയ്തു. പിന്നെ അവരെന്നെ ഫോളോ ചെയ്യുമായിരുന്നു. പിന്നെ അവിടെ സിറ്റുവേഷനൊന്നും വേറെ സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ഒരു കാര്യം കൂടി, അതായത് ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചു പ്രിൻസിപ്പൽ നേരിട്ട് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ടീച്ചർ വ്യക്തിപരമായി ഈ വിദ്യാർത്ഥികൾക്കെതിരെ, തനിക്കെതിരെ ഈ ഒരു സംഭവം ഉണ്ടായല്ലോ, ആ വിദ്യാർത്ഥികൾക്കെതിരെയും മറ്റ് പുറത്തു നിന്ന് വന്ന SFI പ്രവർത്തകർക്കെതിരെയും ഏതെങ്കിലും തരത്തിലുള്ള പരാതി ടീച്ചർ നേരിട്ട് പോലീസിന് നൽകിയിട്ടുണ്ടോ? ഞാൻ പോലീസ് നൽകാനായിട്ട് രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളൂ. അന്നേരം തന്നെ എനിക്ക് ഈ മീഡിയാസ് കംപ്ലീറ്റ് എന്നെ കവർ ചെയ്യായിരുന്നു. ഇപ്പോൾ എനിക്ക് ടൈം കിട്ടിയില്ല. ഞാൻ മെയിൽ സെൻഡ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. രേണുക, അതുതന്നെയാണ് ടീച്ചർ പറയുന്നത്. പോലീസിന് പരാതി നൽകും എന്നുള്ള കാര്യത്തിൽ ടീച്ചർ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും മറ്റ് അധ്യാപകർക്ക് നേരെയൊന്നും ആ ഒരു സമയം, അല്ലെങ്കിൽ SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ആദ്യം സഞ്ജു ടീച്ചർക്ക് നേരെ ഒരു ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ ടീച്ചർമാരെല്ലാം ഒറ്റക്കെട്ടായി അവരെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. ടീച്ചർമാരെല്ലാം പുറത്തേക്ക് പോവുകയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. രേണുക, ശരി. ഐശ്വര്യ അനിലാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. വളരെ മോശം അനുഭവമാണ് ലോ കോളേജ് അധ്യാപകർക്കും പ്രിൻസിപ്പലിനും ഉൾപ്പെടെ നേരിടേണ്ടി വന്നത്.